ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പുതുചരിത്രം എഴുതി 4 വർഷ ബിരുദ കോഴ്സുകൾക്ക് തുടക്കമായി. പരീക്ഷ മാത്രം മുന്നിൽ കണ്ടുള്ള പഠനം ഇനി ഉണ്ടാകരുതെന്നും വിദ്യാർത്ഥികൾക്ക് താല്പര്യമുള്ള എന്തും ഇനി പഠിക്കാമെന്നും മുഖ്യമന്ത്രി ഉദ്ഘാടനം നിർവഹിച്ച് വ്യക്തമാക്കി. കോളേജുകളുടെ സ്വയംഭരണം അട്ടിമറിക്കാനുള്ള നീക്കത്തിൽ ഗവർണറെ മുഖ്യമന്ത്രി പരോക്ഷമായി വിമർശിക്കുകയും ചെയ്തു. ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ ഷീജ നൽകും. അതിനുശേഷം സ്പീഡ് ന്യൂസുമായി ശ്രീനിധി ചേരും. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ചരിത്രപരമായ ഒരു ചുവടുവയ്പ് തന്നെയാണ് ഇന്ന് സംസ്ഥാനം നടത്തിയത്. 4 വർഷ ബിരുദ കോഴ്സുകൾക്കാണ് ഇന്നിപ്പോൾ തുടക്കമായിരിക്കുന്നത്. ഇതിൽ എടുത്തു പറയേണ്ടത് സംസ്ഥാനത്തെ എല്ലാ സർവകലാശാലകളിലെയും ആർട്സ് ആൻഡ് സയൻസ് കോളേജിന് കീഴിലുള്ളവയിലാണ് ഈ ഒരു 4 വർഷ ബിരുദ കോഴ്സിന് തുടക്കമായിരിക്കുന്നത്, ബിരുദ പ്രോഗ്രാമിന് തുടക്കമായിരിക്കുന്നത്. ഇതിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം, സംസ്ഥാനതല ഉദ്ഘാടനം, വിജ്ഞാനോത്സവം എന്ന പേരിൽ അതിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്തെ വിമൻസ് കോളേജിൽ നിർവഹിക്കുകയും ചെയ്തു. ഏതായാലും അദ്ദേഹം എടുത്തു പറഞ്ഞ ഒരു സുപ്രധാനപ്പെട്ട കാര്യം, നിലവിൽ സംസ്ഥാനത്ത് ഈ പഠനം എന്ന് പറയുന്നത് പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം നടത്തുന്ന ഒരു സാഹചര്യമായിരുന്നു. അതിൽ നിന്ന് മാറി അത് അക്കാദമിക് മികവിന് ഒപ്പം തന്നെ നൈപുണ്യ വികസനത്തിന് കൂടി ഊന്നൽ നൽകുന്ന തരത്തിലേക്ക് ഉന്നത വിദ്യാഭ്യാസ മേഖല മാറുന്നു എന്നുള്ളത് തന്നെയാണ് ഈ 4 വർഷ ബിരുദ പ്രോഗ്രാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഇതിലൂടെ തന്നെ മറ്റ് രാജ്യങ്ങളിലെ വിദേശ സർവകലാശാലകളിൽ നിന്നും ബിരുദം പൂർത്തിയാക്കി ഇറങ്ങുന്ന വിദ്യാർത്ഥികൾക്കുണ്ടാകുന്ന അതേ നേട്ടം ഇനി മുതൽ സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾക്കും കൈവരിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അറിവ് നേടുക, അതിനോടൊപ്പം ഭാഷാ പ്രാവീണ്യം, വിമർശനാത്മക ചിന്ത, നൈപുണ്യ വികസനം, അനലിറ്റിക്കൽ സ്കിൽ, മൂല്യാധിഷ്ഠിതവും പാരിസ്ഥിതികവുമായ ഉത്തരവാദിത്വം, സംരംഭകത്വം മുതലായവ വിദ്യാർത്ഥികളിൽ വളർത്തി അവരെ ആധുനിക കാലത്തെ തൊഴിലിന് പ്രാപ്തരാക്കും വിധം പാഠ്യേതര പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ഒരു പദ്ധതിയാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതിനൊപ്പം എടുത്തു പറഞ്ഞ മറ്റൊരു വിഷയം, അദ്ദേഹം ഈ സംസ്ഥാനത്തെ സർവകലാശാലകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർവകലാശാല ചട്ടങ്ങൾ പഴയതായിരിക്കുകയാണ്. അതിൽ കാലോചിതമായിട്ടുള്ള മാറ്റങ്ങൾ വേണ്ടതുണ്ട്. അതിന് ഓരോ കോളേജുകളുടെയും സ്വയംഭരണ അവകാശം അത് ആ രീതിയിൽ കോളേജുകൾ വിനിയോഗിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം കൂടിയാണ്. പക്ഷേ ഇവിടെ ആ സ്വയംഭരണ അവകാശം തന്നെ അട്ടിമറിക്കാൻ ചില രാഷ്ട്രീയ നീക്കങ്ങൾ നടക്കുന്നു എന്നത് ഗവർണറുടെ നടപടികളെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ട് മുഖ്യമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു. സർവകലാശാല നിയമങ്ങളും ചട്ടങ്ങളും അറുപഴഞ്ചനാണ്. അവ ഇനിയും പഴയപടി തുടരാനാവില്ല. അത് പുതിയ തലമുറയോടുള്ള അനീതിയാവും. നാടിനും നാട്ടുകാർക്കും ഉപകാരപ്പെടും വിധം നമ്മുടെ സർവകലാശാലകൾ നിലകൊള്ളണമെന്നുണ്ടെങ്കിൽ അവയുടെ സ്വയംഭരണം സംരക്ഷിക്കേണ്ടതും ശക്തിപ്പെടുത്തേണ്ടതുമുണ്ട്. അതിനുതകുന്ന നിലപാടുകൾ സംസ്ഥാന സർക്കാർ കൈക്കൊള്ളുമ്പോൾ സംസ്ഥാന സർവകലാശാലകളുടെ സ്വയംഭരണത്തെ ക്ഷയിപ്പിക്കാനായി രാഷ്ട്രീയ ലാക്കോടെയുള്ള നീക്കങ്ങൾ നടത്തപ്പെടുന്നുവെന്നതും നാം കാണാതെ പോകരുത്. അവയെ ചെറുക്കാനുള്ള ഉത്തരവാദിത്വം ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട എല്ലാവർക്കുമുണ്ട് എന്നത് ഓർക്കേണ്ടതാണ്. ഈ 4 വർഷ ബിരുദ കോഴ്സുമായി ബന്ധപ്പെട്ട് ഏതായാലും 1.5 വർഷം നീണ്ടുനിന്ന ഒരു പ്രയത്നം അതാണ് ഇപ്പോൾ ഫലം കണ്ടിരിക്കുന്നത് എന്നാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു വ്യക്തമാക്കിയത്. കാരണം കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖല അത് അന്താരാഷ്ട്ര തലത്തിൽ ഇതിനകം തന്നെ ശ്രദ്ധ നേടിക്കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ അക്കാദമിക് നിലവാരം ഇനിയിപ്പോൾ അതേപോലെ തന്നെ അന്താരാഷ്ട്ര തലത്തിലേക്ക് എത്തിക്കുന്നത് തന്നെയാണ് ഈ ചരിത്രപരമായിട്ടുള്ള ഈ പ്രോഗ്രാമിലൂടെ എന്നുകൂടിയാണ് മന്ത്രി കൂട്ടിച്ചേർത്തത്. അടിസ്ഥാന സൗകര്യങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റത്തിന് ആനുപാതികമായി ഉള്ളടക്കത്തിലും തീർച്ചയായും സമൂലമായിട്ടുള്ള പരിഷ്കാരം ഉണ്ടാകണമെന്ന് കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഘടനാപരമായ പരിഷ്കാരത്തിലേക്ക് പോകാൻ കഴിയുന്ന വിധത്തിൽ UG കരിക്കുലം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി
ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്കായിട്ട് ഒരു കരിക്കുലം ഫ്രെയിംവർക്ക് തയ്യാറാക്കി വിശദമായ പഠനങ്ങളോടെ തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഏതായാലും ഈ ഒരു വിജ്ഞാനോത്സവം എന്ന പേരിൽ സംസ്ഥാനത്തൊട്ടാകെയായി എല്ലാ ക്യാമ്പസുകളിലും ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഈ പ്രത്യേക പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ തന്നെ എത്തിയ എല്ലാ വിദ്യാർത്ഥികളെയും, 1-ാം വർഷത്തിൽ എത്തിയ എല്ലാ വിദ്യാർത്ഥികളെയും അവിടെയുള്ള പൂർവ്വ വിദ്യാർത്ഥികൾ, അതോടൊപ്പം തന്നെ നിലവിലുള്ള വിദ്യാർത്ഥികൾ, അധ്യാപകർ, അനധ്യാപകർ എല്ലാവരും ചേർന്ന് സ്വീകരിക്കുകയും ചെയ്തു. കുട്ടികൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകൾ ദൂരീകരിക്കുന്നതിന്റെ ഭാഗമായി പ്രത്യേകമായിട്ടുള്ള സെഷനുകളും കുട്ടികൾക്ക് വേണ്ടി എല്ലാ ക്യാമ്പസുകളിലും ഒരുക്കിയിരുന്നു.